ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓട്ടോകാഡിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്ന ഭാഗം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ടായിന്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു ഇതെടുക്കുക, ഇതുപോലെ വരക്കുക. അതിനുശേഷം ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക, 340 ക്ലിക്ക് ചെയ്യുക, 340 ക്ലിക്ക് ചെയ്യുക. അപ്പം തന്നെ ഒരു സ്ക്വയർ വരും. അതിനുശേഷം നമ്മൾ ഓഫ് സെറ്റ് എടുക്കണം. ഓഫ് സെറ്റ് 20 എടുക്കുക. അതിനുശേഷം വീണ്ടും ഓഫ് സെറ്റ് 10 എടുക്കണം. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലെയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അത് നമ്മൾ പ്ലിന്തിന് ബൗണ്ടറി ചെയ്യാൻ പോവുകയാണ്. അപ്പം പ്ലിന്തിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക, BO എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അത് എവിടെയാണ് വേണ്ടത് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം അവിടെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം ഈ ലെയറിൻ്റെ ഈ ബൾബ് ചിഹ്നം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻ എടുക്കുക, ഓപ്ഷൻ ചെയ്യുക. ഈ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വാളെടുക്കുക, വാളിൽ നിന്ന് ലെയർ എടുക്കുക. അതിനുശേഷം ബൗണ്ടറി ചെയ്യുക, വീണ്ടും ബൗണ്ടറി ചെയ്യണം. ഓക്കെ എടുക്കുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് വാളിലാണ് ചെയ്യണമെങ്കിൽ വാൾ കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്യുക. ഇത് ഫുള്ളും ഒരു മിനിറ്റ്. ഇതിലവിടെ ഒരു ഇത് കൊടുക്കണമെന്നുണ്ട്, ആയിട്ടില്ല. ഇവിടെ ഒരു നമുക്ക് ഒരു ഡോറിന് ഒരു ഇത് കൊടുക്കാണ്ട് ഈ ലെയർ നമ്മൾ ചേഞ്ച് ചെയ്യണം, 0 ലെയർ ആക്കി മാറ്റണം. അതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം ചെയ്യേണ്ടത് ഓഫ് സെറ്റ് എടുക്കുക, 100 ജസ്റ്റ് പ്രസ് ചെയ്യുക. ഓഫ് സെറ്റ് എൻ്റെ എടുക്കുക, ട്രിം ചെയ്യുക. ഇത്രയും ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ഭാഗം സെഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ പഴയ പോലെ ഡോറ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡയമെൻഷൻ എടുക്കുക, 20 എൻ്റർ, അതായത് 20 തിക്നെസ് ആണ്. 20 എൻ്റർ 100. നമ്മൾ വിഡ്ത്ത് 100 ആണ് കൊടുത്തത്. അപ്പം ചെയ്യാം. ശേഷം റൊട്ടേഷൻ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊണ്ട് വെക്കണം. ചെറിയൊരു വളവുണ്ട്. വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം. അതിനുശേഷം റൊട്ടേഷൻ ചെയ്യണം. സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊണ്ടുവെക്കണം. ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. അതിനുശേഷം വിൻഡോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതുപോലെ തന്നെ വീണ്ടും വരക്കണം.
ഡയമെൻഷൻ ക്ലിക്ക് ചെയ്യുക. 20 അണ്ടർ 120 എടുക്കാം. അതിനുശേഷം ജസ്റ്റ് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിട്ട് മൂവ് ചെയ്യണം. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. നേരെ F8 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം റെഡി ആയിക്കോളും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം റൊട്ടേറ്റ് ക്ലിക്ക് ചെയ്യണം. ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊണ്ടുപോകണം. F8 ജസ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. മിഡിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം F8 അടിച്ച് നേരെ താഴത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിൻഡോൻ്റെ ലെയർ ഓഫ് ചെയ്യുക. ഡോറിൻ്റെ ലെയർ ഓഫ് ചെയ്യുക. നമ്മൾ അതിന് ശേഷം ചെയ്യേണ്ടത് വാളെടുക്കുക, ബൗണ്ടറി ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് വാളിലെ ഈ ലെയർ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്യുക. അപ്പം ഇവിടെ സംഭവം വന്നിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ള ലെയറുകളൊക്കെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് ഓഫ് സെറ്റ് ചെയ്യുക. ഇത് റൂഫ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടിയും ചെയ്യുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ റെഡിയാക്കാം. റൂഫ് ക്ലിക്ക് ചെയ്യാം. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ 3ds Max ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യുക. അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇത്രയും ചെയ്തല്ലോ. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ ഫയൽ ഉള്ളത് അതിൽ പോവാം. ഞാൻ ലോക്കൽ ഡിസ്ക് ഡിയിൽ എയിലാണ് കൊണ്ടുവച്ചത്. ഇതാണ് ആ ഫയൽ. ശേഷം ജസ്റ്റ് ഒന്ന് ചെയ്യുക. അതിനുശേഷം ഇവിടെ എല്ലാ ഓപ്ഷനും ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ രണ്ട് ഭാഗത്തും ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഇൻകമിങ് 5 യൂണിറ്റ്സ്, ഈ യൂണിറ്റ്സ് സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കണം. ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെയറൊക്കെ ഇതിലുണ്ടോ എന്ന് നോക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇത്രയും ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ്. ഇനി അടുത്ത പാർട്ട് നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, അത് മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം ടൈം
10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പം പരമാവധി ഞാൻ സമയം നീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, പരമാവധി സമയം കുറക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം പരമാവധി എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നാളെ വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഇതുവരെക്കും ബൈ. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി.